بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിവാഹകാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൽസ്വഭാവിയും ശുദ്ധനുമായ തിരുമേനിയിൽ തന്റെ ജീവിത പങ്കാളിയെ അവർ സ്വപ്നം കണ്ടു. പക്ഷെ ചില ചിതറിയ ചിന്തകൾ അതിന് വിഘ്നം സൃഷ്ടിച്ചു കടന്നുപോയി. മക്കയിലെ യുവതരുണിമണികളെ പോലും അദ്ദേഹം ശ്രദ്ധിക്കാറില്ലെന്ന് കേട്ടിട്ടുണ്ട്. 25 വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവകോമളൻ യുവത്വത്തിന്റെ കാന്തി മങ്ങി അർദ്ധവാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ തന്നെ സ്വീകരിക്കുമോ? ഖുറൈശി പ്രമാണിമാരുടെ വിവാഹാഭ്യർത്ഥനകൾ താൻ നിരസിച്ചതിന് നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? ആശയുടെയും നിരാശയുടെയും ചുഴിയിൽ മുങ്ങിയും പൊങ്ങിയും കഴിയുകയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് നഫീസ ബിന്ത് മുനയ്യ കയറി വന്നത്. തന്റെ ആഗ്രഹവും പ്രതിബന്ധങ്ങളും ആ പഴയ സ്നേഹിതയോട് അവർ തുറന്നു പറഞ്ഞു. നഫീസ സമാധാനിപ്പിച്ചു. നിരാശയ്ക്ക് വഴിയില്ല. 40 വയസ്സായെങ്കിലും ഖദീജയ്ക്ക് ആരോഗ്യവും അഴകുമുണ്ട്. പണവും പ്രതാപവും പേരും തറവാടിത്തവുമുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. അവരെ സ്വന്തമാക്കാൻ കഴിയാത്തതിൽ പരിഭവിക്കുന്ന പുരുഷന്മാരെയുള്ളൂ. സ്നേഹിതയുടെ വാക്കുകൾ ഖദീജയുടെ മനസ്സിൽ കുളിര് പകർന്നു. എന്നിട്ട് എന്തോ ഉറച്ച മട്ടിൽ നഫീസ വിടവാങ്ങി. അങ്ങനെ നഫീസ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സമീപിച്ചു. വിരസമായ ജീവിതം തുടരാനാണോ ഭാവം? യുവത്വം പാഴാക്കാതെ ക്ലേശങ്ങൾ പങ്കുവെക്കുകയും മനസ്സമാധാനം പകരുകയും ചെയ്യുന്ന ഒരു സഖിയെ കണ്ടെത്തി കുടുംബജീവിതം നയിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: വിവാഹം കഴിക്കാനുള്ള വക തന്റെ കയ്യിലില്ല. സ്വത്തും സൗന്ദര്യവും പ്രാപ്തിയും യോഗ്യതയും ഒത്തിണങ്ങിയ ഒരു സ്ത്രീ വിവാഹത്തിന് താങ്കളെ ക്ഷണിച്ചാൽ സ്വീകരിക്കുമോ എന്ന് നഫീസ ഉടനെ ചോദിച്ചു. ആരാണ് ആ സ്ത്രീ? ഖദീജയാണോ? അവർക്കിഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം. തിരുമേനി തന്റെ മനോഗതം വെളിപ്പെടുത്തി. അങ്ങനെ നഫീസ മടങ്ങിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഖദീജയെ അറിയിച്ചപ്പോൾ അവർക്കുണ്ടായ ആനന്ദം അളവറ്റതായിരുന്നു. പാരിതോഷികങ്ങൾ വിതരണം ചെയ്തും സാധുക്കൾക്ക് അന്നദാനം നടത്തിയും അവർ ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഈ സമയം തന്നെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിവാഹകാര്യം പിതൃവ്യന്മാരായ അബൂ ത്വാലിബ്, ഹംസ, അബ്ബാസ് എന്നിവരെ അറിയിച്ചപ്പോൾ അവർ അതിനെ സ്വാഗതം ചെയ്യുകയും ഖദീജയുടെ പിതൃവ്യനായ അംർ ഇബ്നു അസദുമായി ആലോചിച്ച് വിവാഹ തീയതി ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആഹ്ലാദത്തിന്റെ ആ ദിവസം വന്നെത്തി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടെ പിതൃവ്യന്മാരുടെ അകമ്പടിയോടെ വധുഗൃഹത്തിലെത്തി. അബൂ ത്വാലിബ് മുഖവുരയായി ഇപ്രകാരം പറഞ്ഞു: മുഹമ്മദ് ഖുറൈശികളിൽ കിടയറ്റ യുവാവാണ്. കുലീനതയിലും ബുദ്ധിയിലും സ്വഭാവത്തിലും ഇവൻ മുന്നിട്ട് നിൽക്കുന്നു. പണം ഇവന് കുറവാണെങ്കിലും നീങ്ങിപ്പോകുന്ന നിഴലാണ് പണമെന്ന് നാം ഓർക്കണം. ഇവന് ഖദീജ ബിന്ത് ഖുവൈലിദിൽ താല്പര്യമുണ്ട്, അവൾക്ക് ഇവനിലും. തുടർന്ന് വധുവിന്റെ പിതൃവ്യൻ അംർ തിരുമേനിയെ അനുമോദിക്കുകയും 20 ഒട്ടകം മഹറിനെ ഖദീജയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ സ്വപ്നം പൂവണിഞ്ഞു. ഖദീജ ബീവിക്ക് അന്ന് സുദിനമായിരുന്നു. നാട്ടുകാർക്കായി തന്റെ വാതിലുകൾ തുറന്നിട്ടു. മൃഗങ്ങളെ അറുത്ത് മക്കയിലെ പാവങ്ങൾക്ക് സുഭിക്ഷമായ ആഹാരം കൊടുത്തു. നിർധനർക്ക് പണവും വസ്ത്രവും നൽകി. അതിഥികളുടെ കൂട്ടത്തിൽ തിരുമേനിയെ ശൈശവത്തിൽ പാലൂട്ടിയ ഹലീമയും ഉണ്ടായിരുന്നു. തന്റെ പോറ്റുമകന്റെ വിവാഹകർമ്മത്തിൽ പങ്കുകൊള്ളാൻ ഗ്രാമത്തിൽ നിന്ന് എത്തിച്ചേർന്ന ആ സ്ത്രീ പിറ്റേന്ന് മടങ്ങിപ്പോകുമ്പോൾ വധുവിന്റെ വകയായി 40 ആടുകളെയാണ് കൊടുത്തത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ജീവചരിത്രമായിരിക്കും.